ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എടുക്കാനായിട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ ഇപ്പം 10 മണിയായിട്ടുണ്ട്. അപ്പോൾ പള്ളിയിൽ പോയിട്ട് വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോൾ ഇനി കുറച്ച് പരിപാടി ഇവിടെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ ഷോപ്പിങ്ങിലോട്ട് പോകുന്നത്. ഇപ്പോൾ ഫാമിലിയിലുള്ളവർ ഒക്കെയാണ് ഇട്ടാണ് പോകുന്നത്. എന്തായാലും ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ നമുക്ക് ഈ വ്ളോഗിൽ കൂടെ കാണാവുന്നതാണ്. സോ സബ്സ്ക്രൈബ് ചെയ്തായിരിക്കും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗാണല്ലോ അപ്ലോഡ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഇനി പോകാൻ നേരത്ത് കാണാം. ഗൈസ്, അപ്പോൾ നമ്മളിതാ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ബാഗൊക്കെ ആയിട്ട് എന്താ ബാഗൊക്കെ ആയിട്ട് കണ്ടോ ബാഗില് വെള്ളം? നിനക്കെന്താ 2 കുപ്പി എന്തായിരുന്നു? ഒരു ചെറിയ പ്ലാസ്റ്റിക് ഈ ഗൈസ്, അപ്പോൾ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. വണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമുക്ക് അകത്ത് കയറാം. ആശിഷ് നോക്കടാ, ക്രിസ്മസ് സാധനം കണ്ടാടാ. ഗൈസ്, നമ്മൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഇതാ ഫ്രണ്ടിൽ കണ്ടില്ലേ, അടിപൊളി ക്രിസ്മസ് ഹൗസ് ഇരിക്കുകയാണ്. പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കിവിടെ ചെറുതായിട്ട് പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം കിട്ടും. വണ്ടി ഇരിക്കുകയാണ്. ഈ വണ്ടി ഇപ്പോൾ എടുത്താൽ നമുക്കിവിടെ സെറ്റ് ചെയ്ത് പാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഷോപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ള കടയിലെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു അടിപൊളി പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുൽക്കൂടും പിന്നെ നമ്മുടെ ക്രിസ്മസിന് ട്രീയിലിടുന്ന കുറച്ച് ഓർണമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ, അതൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു പുൽക്കൂട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ താഴത്ത് കയറിയിട്ടുണ്ട്. ഇനി ഡ്രസ്സ് സെലക്ട് ചെയ്യണം. ആശിഷിൻ്റെ ഇടുപ്പ് വേണം 30. ആശിഷ് പാൻറ് അങ്ങോട്ടല്ല ഇങ്ങോട്ട് നോക്കടാ, അങ്ങോട്ട്. നല്ല നോക്കിയെടുത്തോ, എല്ലാം എൻ്റെ ചിലവ്. മതിയാടായി. അങ്ങനെ ഫൈനലി ആശിഷ് ഒരു പാൻറ് ഒപ്പിച്ച് വെച്ചു. അതെന്തെന്നറിയാമോ? ബെൽറ്റ് ഫ്രീ കിട്ടും. അത് തന്നെ വേറെ നോക്കിയിട്ട് ബെൽറ്റ് ഫ്രീ ഇല്ല. വാ, ഇനി ഒരു ഷർട്ട് തപ്പാൻ പോവാ. ഇവിടെ കൂടെ അല്ല, ഇവിടെ കൂടെ. ആശിഷിന്റെ കണ്ണ് ഫുള്ള് ആ ടോയിലോട്ടാണ്, കളിപ്പാട്ടത്തിലോട്ട് അല്ലടാ. ആശിഷ് ഇത് മതിയാ? അത് തന്നെ പാണ്ടി. ആശിഷ് നിനക്ക് മഞ്ഞല്ലേ ഉള്ളേ, പച്ച എടുക്ക. അതുകൊണ്ട് പാണ്ടി ആശിഷ്. അങ്ങനെ ആശിഷ് പാൻറ്റും ഷർട്ടും എടുത്തിരിക്കുകയാണ് ഗൈസ്. ഇതാ കൊണ്ടുപോയി ബില്ലടി. എൻ്റെ പേര് പറഞ്ഞാൽ മതി, ബില്ലടിച്ച് തരും കേട്ടോ. ഓ ഗൈസ്, അപ്പോൾ നമ്മളിതവിടെ മെൻസിൻ്റെ സെക്ഷനിലോട്ട് വന്നേക്കാണ്. അപ്പോൾ ഇവിടെ ഓഫർ കണ്ടുകൊണ്ട് ഇവിടെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റേറ്റ് കുറവാണ് കേട്ടോ. തളനാടായി, തളനാന്ന് ഇരിക്കുന്നു. അത് ശരി. ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാനും ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, ഷർട്ടും പാൻറ്റും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ചെകിലുണ്ട്. ഓ പേടിച്ച് എടാ എടാ കണ്ട, അതിൽ പതയൊക്കെ കണ്ട്. മീർ
പിന്നെ ഇവിടെ നിന്ന് ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വന്നേക്കാണ്. പിന്നെ ഈ ക്രിസ്മസ് ട്രീ വാങ്ങണം എന്നുണ്ടായിരുന്നു, പക്ഷെ പൊക്കം കുറവായതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. പിന്നെ കുറെ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ചിലത് ഓവർ റേറ്റ് ആണ്, എന്തായാലും ചിലത് നല്ല റേറ്റ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലും സാധനം കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീയിലൊക്കെ ഇടുന്ന ഓർണമെന്റ്സ് ഉണ്ടല്ലോ, ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ, അതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ സീരിയസ് സെറ്റ്, സ്റ്റാർ, LED സ്റ്റാർ, പ്ലാസ്റ്റിക് സ്റ്റാർ, പേപ്പർ സ്റ്റാർ, എല്ലാ ഐറ്റംസ് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. വർഷം കഴിയുന്നതോറും പുതിയ പുതിയ മോഡലിൽ ക്രിസ്മസ് ട്രീ ഒക്കെ വരുന്നുണ്ട്, കണ്ടില്ലേ? ഒപ്റ്റിക്കൽ ഫൈബറിൽ വരുന്ന ക്രിസ്മസ് ട്രീ ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ ഓർണമെന്റ്സ്, പിന്നെ നമ്മുടെ മഞ്ഞൊക്കെ പെയ്യുന്ന രീതിയിലുള്ള ഓരോ ടോയ്, അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ലേഡീസിന്റെ സെക്ഷനിലോട്ട് വന്നപ്പം ഇവിടെ അഭിജയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു തുണി എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഏറ്റവും ക്രൗഡ് ആയിട്ടുള്ളത് ഈ ലേഡീസിന്റെ സെക്ഷനിൽ തന്നെയാണ്, ഒരുപാട് തിരക്കുണ്ട്. പിന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് സാരി എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നേക്കാണ്. പിന്നെ അവിടുത്തെ ചെറിയ ചെറിയ അല്ലറ ചില്ലറ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നേരെ നമ്മൾ പോകാനായിട്ട് പോവുകയാണ് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ടെന്നും പറഞ്ഞ ആശിഷൊക്കെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ തന്നെ ഒരു ഫുഡ് കോർട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്കൊരു അടുത്തൊരു സ്പോട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ബിരിയാണിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അമ്മയും പപ്പയും മാത്രം പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ തുണി എടുത്ത കട രാമചന്ദ്രൻ. അപ്പം നമ്മുടെ പല വ്ളോഗിലും ഇവിടെ നിന്ന് തന്നെ എടുക്കുന്ന തുണിയാണ് നിങ്ങൾ കാണുന്നത്. എന്തായാലും ഇനി നമ്മൾ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. കാർ ഇതാ വേറെ അടുത്ത് പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും സ്ഥലമില്ലായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് വന്നപ്പോൾ ഇവിടെ നല്ല തിരക്കായിരുന്നു. പക്ഷെ ഇപ്പം റോഡൊക്കെ ഒരുവിധം സെറ്റായി. പിന്നെ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ ഫുള്ള് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്തൊരു ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. അവിടെ നിന്ന് പറ്റുകയാണെങ്കിൽ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്തായാലും നിങ്ങൾ അത് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ ലുലു മാൾ. ഹേ ഗൈസ്, അപ്പോൾ നമ്മളിത് അവിടെ പാർക്കിങ്ങിൽ കൊണ്ട് ലുലു മാളിൽ പാർക്കിങ്ങിൽ കൊണ്ട് നമ്മുടെ വണ്ടി വെച്ചിരിക്കുകയാണ്. നീ വീഡിയോ നടന്നിറങ്ങും, അതൊക്കെ ഇറങ്ങാം, അവിടെ കൂടെ പോകും. ഗൈസ്, അപ്പോൾ ലുലു മാളിൻ്റെ അകത്തായിട്ട് കുറേ അടിപൊളി സ്റ്റാറൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റും സ്റ്റാറും കൂടെ ആയിട്ട് സെറ്റല്ലേ. പിന്നെ ഇവിടെ ഓഫർ സെയിലൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല തിരക്കാണ്, ഞായറാഴ്ച കൂടെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. പേടി ഇപ്പം വീണേന് ഏടാശി ഇപ്പം വീണേനെന്ന്. പൈസ അപ്പം നമ്മളിതാ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലുലു കണക്റ്റിൻ്റെ അങ്ങോട്ട് വന്നതാണ്. ചുമ്മാ TV-യിലെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഗൈസ്. ആന വെയിറ്റ് സംഭവം തൂക്കുന്ന സാധനമാണ്, നല്ല വെയിറ്റ് ഉണ്ട്, കൊള്ളാം. ഇതെല്ലാം വെയിറ്റ്, ഇതൊക്കെ എന്താ സാധനമാണ്? കുരിശൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി താഴോട്ട് പോകാനേ, താഴെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം, വാ ഗൈസ്. താഴെ വന്നപ്പം സ്റ്റാറിൻ്റെ അല്ല, ലുക്ക് ചെയ്യാൻ വേറെ ലെവലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം കണ്ടില്ല, വലിയ ക്രിസ്മസ് ട്രീ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, കൊള്ളാമല്ലേ? ഗൈസ്, നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ എത്തിക്കുകയാണ്. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട്, അത് വാങ്ങട്ടെ ഗൈസ്. ലുലു മാളിൽ തന്നെ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം നമ്മൾ വന്നപ്പോഴും ഇതേപോലെ സെറ്റപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ തന്നെ ക്രിസ്മസ് ട്രീയും പിന്നെ ക്രിസ്മസ് ട്രീയിലിടുന്ന ഓർണമെന്റ്സും ഡെക്കറേഷൻ ഐറ്റംസും ഒക്കെ നമുക്കിവിടെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലും വലിയ ഇതൊക്കെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ചുമ്മാ വാങ്ങുന്നില്ലെങ്കിലും അതിൻ്റെ റേറ്റൊക്കെ തോന്നുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു ഇതൊക്കെയാണല്ലോ. എന്തായാലും നമ്മളിതവിടെ ഫുള്ള് തപ്പിക്കൊണ്ട കിടക്കുകയാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രീ ഇത് തന്നെയാണ്. അപ്പോൾ റേറ്റ് നല്ലതായതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. പിന്നെ ഇവിടെ ഓരോ ഡെക്കറേഷൻ ഐറ്റംസും പിന്നെ ടോയും ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ സ്റ്റാർ, LED സ്റ്റാർ, അങ്ങനെയൊക്കെ പേപ്പർ സ്റ്റാർ, അങ്ങനെ ഒരുപാട് ഡെക്കറേഷൻ ഐറ്റംസും ഇവിടെ നമുക്കുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ നിയോൺ സ്റ്റാർ ആണ് കേട്ടോ. പിന്നെ ഒരു സിംഗിൾ ലൈറ്റ് മാത്രം കത്തുന്നതായിരിക്കും, വാം ലൈറ്റ് ആയിരിക്കും. പിന്നെ ഇവിടെ സീരിയസ് സെറ്റിൻ്റെ ഒരു അടിപൊളി കളക്ഷൻസ് തന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ക്രിസ്മസ് ട്രീയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഓരോന്ന് കാണാൻ പറ്റും കേട്ടോ. എനിക്ക് ഇനി അടുത്ത കൊല്ലമെങ്കിലും ഒരു വലിയൊരു ക്രിസ്മസ് ട്രീ വാങ്ങണം, ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യണം എന്നുണ്ട്. എന്തായാലും നമ്മളിതവിടെ ഫുള്ള് കറങ്ങിക്കൊണ്ട് കിടക്കുകയാണ്. പിന്നെ ആശീഷാണെങ്കിൽ 2 സാധനങ്ങളൊക്കെ എടുത്തിട്ടിട്ട് ചുമ്മാ വണ്ടി ഉരുട്ടി കൊണ്ട് കിടക്കുകയാണ്.
പിന്നെ ഈ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്ത് തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു കൊട്ടാരം പോലത്തെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് വൈൻ എടുക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈൻ എടുക്കാൻ വേണ്ടിയിട്ട് വൈൻ്റെ സെക്ഷനിലോട്ട് വന്നതാണ്. അപ്പോൾ ഒരു 350 രൂപ 450 രൂപയ്ക്കകത്ത് തന്നെ വൈന് വാങ്ങാനായിട്ട് പറ്റും കേട്ടോ. നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള വൈനാണ് എടുക്കാനായിട്ട് പോകുന്നത്. എന്തായാലും ഇനി ഒരു കേക്കും വാങ്ങാനായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ബില്ല് ചെയ്യാനായിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ബില്ലും ചെയ്ത് അങ്ങനെ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടേ. ഗൈസ് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ഇനി നമ്മൾ വീട്ടിലോട്ട് പോകാനായിട്ട് പോകേണ്ട കേട്ടോ. ഗൈസ് അപ്പോൾ നമ്മൾ വണ്ടിയിൽ അവിടെ വന്നിരിക്കുകയാണ്. ഇനി നേരെ വീട്ടിലോട്ട് കണ്ടില്ലേ, ഫുള്ള് സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഇനി വീട്ടിൽ പോയിട്ട് ഗൈസ്. ഈ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നലെ ആയിരുന്നു നമ്മൾ ലുലു മാളിൽ പോയത്. അപ്പോൾ പോയിട്ട് പിറ്റേ ദിവസമാണ് ഔട്ട്ഡോർ എടുക്കുന്നത്. അപ്പോൾ വന്ന് കയറിയപ്പം കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് എനിക്ക് വ്ലോഗ് എടുക്കാനായിട്ട് സാധിച്ചില്ല. പിന്നെ തൊണ്ട വയ്യ, അതുകൊണ്ട് ആണ് നമ്മൾ മെയിനായിട്ടും നോക്കാത്തതും. എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെയും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പേ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഒന്ന് തട്ടിക്കൂട്ടി ചെയ്ത ഒരു ചെറിയൊരു പരിപാടിയാണ് ഈ ഷോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി അടുത്ത വർഷം നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യണം. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെറിയ ചെറിയ വിഷ്വൽസ് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ കുറേ മെമ്മറബിൾ ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റാത്ത കുറേ ഇതൊക്കെ ഫണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തില്ല, അതൊക്കെ ഒരു പ്രീവിയസിൽ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ക്രിസ്മസ് റിലേറ്റഡ് വ്ളോഗ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ പള്ളിയിലും പിന്നെ വേറെ പള്ളിയിൽ പോയി എടുക്കുന്ന വ്ളോഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ കോളേജ് വ്ളോഗ് ഇനിയിപ്പം വരുന്നുണ്ട് നാളെ, അതായത് 17-ാം തീയതി നമ്മുടെ കോളേജിൽ ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പോൾ ഇത് 17-ാം തീയതി കഴിഞ്ഞിട്ടായിരിക്കും ഈ വ്ളോഗ് വരുന്നത്. എന്തായാലും ഈ വ്ളോഗ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ കോളേജ് വ്ളോഗ്സും അങ്ങനെയൊക്കെ വരുന്നത്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്തൊരു കില്ലം വ്ളോഗ് വരുന്നവരെ ഗുഡ് ബൈ.